ഇന്നത്തെ വാത്സല്യം സീരിയലിന്റെ എപ്പിസോഡാണ്. ഇന്നത്തെ വാത്സല്യം സീരിയലിന്റെ എപ്പിസോഡിൽ പാവം മീനാക്ഷിക്കുട്ടി എന്ന പോറ്റമ്മയ്ക്ക് ACPയിൽ നിന്ന് കിട്ടുന്ന അടിയും ചതിയും വഞ്ചനയും കണ്ട് മീനാക്ഷി ഞെട്ടി നിൽക്കുകയാണ്. ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യമാണ് മീനാക്ഷിക്ക് സംഭവിച്ചിരിക്കുന്നത്. സ്വന്തം കുഞ്ഞിന്റെ അമ്മയായ മൈഥിലിയെ വീണ്ടും സ്വീകരിക്കാൻ കാർത്തിക് തയ്യാറാവുമോ? എത്രയ്ക്കായാലും സ്വന്തം കുഞ്ഞിന്റെ അമ്മയല്ലേ. നമുക്ക് നോക്കാൻ നേരം ആദ്യം തന്നെ കാണിക്കുന്നത് മൈഥിലിനെയും കാർത്തികിനെയാണ് കാണിക്കുന്നത്. മൈഥിലിയെ നോക്കുന്ന ആള് പറയുന്നുണ്ട്, കുട്ടിയെ ആത്മഹത്യ ചെയ്യരുത്, ആത്മഹത്യ ഒരു പാവമാണ്, ഒരിക്കലും എന്ത് പ്രതിസന്ധി വന്നാലും ആത്മഹത്യ ചെയ്യാൻ പാടില്ല. അത് മാത്രമല്ല, ആത്മഹത്യ ചെയ്തതിന്റെ പേരിൽ തന്റെ പേരിൽ എനിക്ക് കേസ് എടുക്കാൻ പറ്റും, ക്രിമിനൽ കുറ്റമാണ്, അത് ഞാൻ ഇപ്പം ചെയ്യുന്നില്ല, കാരണം എല്ലാം കാർത്തികിന് ഞാൻ ACPക്ക് വിട്ടുകൊടുത്തിരിക്കുന്നു, അദ്ദേഹം എന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ടെ എന്ന് പറയുന്നു. ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾക്ക് ഇന്ന് കാണുന്നത് ചെറിയ കുഞ്ഞുങ്ങൾ പോലും ആത്മഹത്യ ചെയ്യുകയാണ്. അപ്പൊ എന്ത് വന്നാലും ആത്മഹത്യ ആത്മഹത്യ ആത്മഹത്യ. നമ്മുടെ കുഞ്ഞുങ്ങളായാൽ അവര് സ്നേഹത്തോടെ വിളിച്ചടുത്തിരുത്തി, കുഞ്ഞുങ്ങളുടെ കാര്യം എടുത്തു പറയുന്നത് നമ്മൾ കേൾക്കുന്നത് ഒരു 12 വയസ്സ് 13 വയസ്സുള്ള കുഞ്ഞുങ്ങളെല്ലാം ആത്മഹത്യ ചെയ്യുന്നതായിട്ട് നമ്മൾ കേൾക്കുന്നത്. അവരുടെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കി, അവരുടെ സ്കൂളിൽ എന്താണ് പ്രശ്നം, അവർക്കല്ലാതെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, അവരെ സ്നേഹത്തോടെ അടുത്ത് വിളിച്ചിരുത്തി അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുകയും, ഭർത്താക്കന്മാരുടെ പ്രശ്നങ്ങൾ ഭാര്യമാരും കേൾക്കുകയും, ഭാര്യമാരുടെ പ്രശ്നങ്ങൾ ഭർത്താക്കന്മാരും സഹോദരങ്ങളായാലും എല്ലാവരും തന്നെ, ഞാൻ എല്ലാവരും കൂടെ പറയുവാണ്, എന്ത് പ്രശ്നമാണെന്ന് മനസ്സിലാക്കി അവരോട് സംസാരിച്ച് ആ പ്രശ്നം പരിഹരിക്കാൻ നോക്കുക. അല്ലാതെ ആത്മഹത്യ ചെയ്യുന്നവരെ നമ്മൾ ആ പ്രശ്നം പരിഹരിക്കാതെ കാത്തിരിക്കാൻ പാടില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾക്ക് അവരെ നഷ്ടപ്പെട്ടു പോയെന്നിരിക്കും. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും തന്നെ സമൂഹത്തിൽ നമ്മൾ ആരുടെ വീട്ടിലായാലും ആരുടെ ബന്ധുക്കളുടെ കാര്യങ്ങളായാലും അവരെ ചേർത്ത് നിർത്തി എന്താ കാര്യമെന്ന് അന്വേഷിച്ച് അവർക്ക് അതിനുള്ള പോംവഴി നമ്മൾ കണ്ടെത്തി കൊടുക്കുവാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് നോക്കാം. പിന്നെ ആദ്യം തന്നെ ഇതാണ് നമ്മുടെ മൈഥിലിയോട് കാർത്തിക് ചോദിക്കുന്നുണ്ട്, ഇനി നിന്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അത് എൻ്റെ ഉദ്ദേശം മറ്റൊന്നുമില്ല, എനിക്കിനി ജീവിച്ചിരിക്കേണ്ട, എനിക്ക് ആത്മഹത്യ ചെയ്താൽ മതി, ഞാൻ മരിക്കും. എന്നെ എന്തിനാണ് കാർത്തിക് നീ സംരക്ഷിച്ചത്? എന്നെ കാർത്തിക് രക്ഷിക്കേണ്ടായിരുന്നു. ഞാൻ പിന്നെ കാർത്തികിനെ വിളിച്ചു വരുത്തി മാപ്പ് പറഞ്ഞിട്ട് മരിക്കാൻ വേണ്ടി തന്നെയാണ് ഇരുന്നത്, എന്നെ മരിക്കാനും വിട്ടില്ല കാർത്തിക് എന്ന് ഇവള് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ കാർത്തിക് പിന്നെ ചിന്തിക്കുവാണ്, ഇവളൊരു മനുഷ്യ സ്ത്രീയല്ലേ, എത്രയ്ക്കായാലും ഇവളെ ഇങ്ങനെ വിട്ട് കളയാൻ പറ്റൂ? അതുമല്ല, ഇവൾ ഇപ്പോഴും എൻ്റെ ഭാര്യ തന്നെയല്ലേ, കാരണം ബന്ധം കഴിഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ ഇവളെ ഇനി എവിടെയെങ്കിലും പോയി എന്തെങ്കിലും ചെയ്താൽ എനിക്കാവുമല്ലോ അതിന്റെ പ്രശ്നങ്ങൾ മുഴുവൻ. എന്ത് ചെയ്യാനെന്നുള്ള നമ്മുടെ കാർത്തികൻ നിൽക്കുന്നു. വീണ്ടും അവളോട് ചോദിക്കുന്നുണ്ട്, എന്താ നിന്റെ പ്രശ്നം, നീ എവിടെയെങ്കിലും? ഞാൻ എവിടെയും പോയില്ല, എന്നെ വിട്ടേരെ കാർത്തിക്, ഞാൻ ആത്മഹത്യ ചെയ്യുക തന്നെ ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ഞാൻ വൈശാഖിന്റെ വീട്ടിൽ ഇനി പോവില്ല, എനിക്ക് ആ ചെമ്പകമംഗലത്ത് നിന്ന് വന്നേ പിന്നീട് സംഭവിച്ചതെല്ലാം നാണക്കേടാണ്. ഞാൻ ACP വിട്ട് കളഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ നാണം കെട്ട സ്ത്രീയായി തീർന്നു. ചെമ്പകമംഗലത്ത് ഇറങ്ങിയിട്ട് എനിക്ക് സുരക്ഷിതത്വമില്ലാത്ത സ്ത്രീയായി പോയി. എനിക്ക് കുടുംബമില്ല, എനിക്ക് അച്ഛനില്ല, അമ്മയില്ല, ബന്ധുക്കളില്ല. ഞാൻ സ്വന്തം എന്ന് പറഞ്ഞ് പിന്നെ ഇറങ്ങി വന്നവനും എൻ്റെ കൂടെ ഇങ്ങനെയാണ് കാണിച്ചത്. അവൻ മറ്റു സ്ത്രീകളുടെ കൂടെ പോകുന്നു. ഞാൻ ഇനി എന്ത് ചെയ്യും? എനിക്ക് ഇനി ജീവിച്ചിരിക്കേണ്ട, ഞാൻ തീർച്ചയായിട്ടും മരിക്കുക തന്നെ ചെയ്യും. കാർത്തിക് എന്നെ വിട്ടേക്കാൻ പറയാണ്. അത് വിടാനൊന്നും പറ്റത്തില്ല, അത് അങ്ങനെയൊന്നും സംഭവിക്കാൻ പറ്റത്തില്ല. നിന്നെ മരണത്തിനൊന്നും എനിക്ക് എന്താണ് വിട്ടുകൊടുക്കാൻ പറ്റത്തില്ല. അന്നേരം അവൾ വലിയ ആകാംക്ഷയോടെ ഇരിക്കുക, ഇനി വീണ്ടും എന്താണ്. അപ്പോഴത്തേനും അവൻ പറയുന്നു, നിന്നെ ഞാൻ മരണത്തിന് വിട്ടുകൊടുക്കത്തില്ലെന്ന് പറഞ്ഞത് നിന്നെ കൂടെ കൂട്ടി എനിക്ക് എന്താണ് താമസിപ്പിക്കാൻ വേണ്ടില്ല, എനിക്കതിന് എൻ്റെ ഭാര്യയുണ്ട് എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നിന്നെ എനിക്ക് കൊല്ലാനുള്ള ദേഷ്യമുണ്ടായിരുന്നു, പക്ഷെ നീ എന്നോട് വന്ന് അമ്പലത്തിൽ എന്നെ വിളിച്ചു വരുത്തി മാപ്പ് പറഞ്ഞ നിമിഷം മുതൽ നീ ഇങ്ങനെ ഈ അവസ്ഥയായിപ്പോയിട്ട് എൻ്റെ മനസ്സിൽ നിന്ന് അതെല്ലാം മാഞ്ഞു പോയി. അപ്പൊ അതിനർത്ഥം ACPയുടെ മനസ്സിൽ വീണ്ടും സ്നേഹം വരുമോ നമുക്കറിയില്ല. അതിനുശേഷം കാണിക്കുന്നത് എന്താണ്, നമ്മുടെ ചെമ്പകമംഗലമാണ് കാണിക്കുന്നത്. അപ്പം ചെമ്പകമംഗലത്ത് നമ്മുടെ രാജലക്ഷ്മി അമ്മ പിന്നെ ഹാളിലോട്ട് വരുവാണ്. മോളെ പിന്നെ മീനാക്ഷി മീനാക്ഷി എന്ന് വിളിച്ചുകൊണ്ട് വരുന്നുണ്ട്. അപ്പം മീനാക്ഷി അവിടെ ഒന്നും കാണുന്നില്ല. അന്നേരം വിളിക്കുന്നുണ്ട്, മോളെ നന്ദിനി എന്ന് വിളിക്കുന്നുണ്ട്. ഓ എന്താ അമ്മേ? മോളെ ഒരു നിലവിളക്ക് കത്തിച്ച് വെക്കാം അമ്മേ എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേനും ജോത്സ്യം വരും എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേനും എന്താണ് നമ്മുടെ കൈമലട്ടൻ ചോദിക്കുന്നു, അതെന്താ രാജലക്ഷ്മി ജോത്സ്യനോട് വരാൻ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ട് കൈമലേട്ട, ഇവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് നോക്കാനും അന്വേഷിക്കാനും ഉണ്ട്, ഇപ്പം വരാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പോഴത്തെ നമ്മുടെ മീനാക്ഷി അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, അമ്മയെ ജോത്സ്യം വരുമ്പോൾ ചോദിക്കണം, ഞാൻ അച്ഛന് വേണ്ടിയിട്ട് ഒരുപാട് നേർച്ചകൾ നിന്നിട്ടുണ്ട്, അതൊക്കെ എവിടൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം ചോദിക്കണം. അപ്പോഴത്തേക്കും നമ്മൾ നന്ദിനി പറയുന്നു, ഞാനും ചെയ്തിട്ടുണ്ട് മോളെ,
ജയേട്ടന് വേണ്ടി ഒരുപാടുണ്ട് എനിക്ക് നേർച്ച. പക്ഷെ നമുക്കതൊന്നും ചോദിക്കണ്ട, നമുക്ക് എവിടാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പോയി നമുക്ക് ചെയ്യാമെന്ന് പറയുന്നു. ഇത് കേട്ടിട്ട് നമ്മുടെ രാജലക്ഷ്മിയമ്മയുടെ മുഖത്തിനൊരിത്, കാരണം സ്വന്തം മോന് വേണ്ടിയിട്ട് ഇതൊക്കെ എന്താണ് ചെയ്യുന്നില്ലേ എന്നുള്ള ആ ഒരു മുഖം കണ്ടാൽ അറിയാം. ഈ സമയത്ത് നമ്മുടെ കൈമളയാട്ടിൽ അങ്ങനെ എന്താണ് മനസ്സിൽ പറയുവാണ്, ഓ മകൻ അങ്ങനെ സംഭവിച്ചേ പിന്നെ ആടാണല്ലോ ഇവളെന്താണ് ജ്യോത്സ്യനെയൊക്കെ വിളിച്ച് വരുത്തുന്നത്. അപ്പം മകനോട് സ്നേഹമുണ്ട്, പക്ഷെ അത് പുറത്ത് കാണിക്കാൻ പറ്റാതെ ഹൃദയത്തിൽ തന്നെ വെച്ചിരിക്കുവാണെന്ന് കൈമളേട്ട മനസ്സിൽ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് നമ്മുടെ സാവിത്രി അങ്ങോട്ട് വരുന്നത്. അമ്മേ ജ്യോത്സ്യം വന്നോ? അപ്പോഴത്തേനും എന്താണ് നമ്മുടെ കൈമളേട്ടൻ പറയാ, ജ്യോത്സ്യം വന്നാൽ ഇവിടെ കാണത്തില്ലേ സാവിത്രി, നീ എന്തോ ഈ മണ്ടരെ പോലെ സംസാരിക്കുന്നേന്ന്. അച്ഛൻ എപ്പോഴും അങ്ങനെ, എന്റെ നേരെ എപ്പോഴും അച്ഛൻ എന്നെ മണ്ടിയാക്കാനൊക്കെ ഉള്ളൂ അച്ഛന് നേരമെന്ന് പറയുന്നു. ഈ സമയത്ത് എന്താണ് അവിടെ ഹൈനറ്റിക്ക് വരുന്നുണ്ട്. അപ്പൊ ഹൈനറ്റിക്ക് വന്നപ്പോഴത്തേനും ജോത്സ്യം വരുവാണ്. അപ്പം ജോത്സ്യനെ കണ്ടപ്പോഴത്തേനും അവിടെ വന്ന് ഇറങ്ങുന്ന കണ്ടപ്പോൾ നമ്മുടെ സാവിത്രി ആലോചിക്കോ, ഓഹ് ദൈവമേ, ഇയാളിനി എല്ലാം ഗ്രഹിച്ചു നോക്കിയിട്ട് പിന്നെ ജേട്ടനെ കൊല്ലുന്നതിൻ്റെ അകത്ത് ഞാനും ഉണ്ടായിരുന്നു എങ്ങാണോ എന്താണ് ഇയാൾ പറയുമായിരിക്കുമോ, ഇയാൾക്കത് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് ചിന്തിച്ചിട്ട് അടുത്ത നിമിഷം അയാളെ എന്താണ് നോക്കിയിട്ട് ചിന്തിക്കും, ഓഹ് ഇയാൾ ഒരു മരവാഴയാ, ഇയാളെ കൊണ്ടൊന്നും അതിന് പറ്റത്തൊന്നും ഇല്ല എന്ന് പറഞ്ഞൊരു സമാധാനത്തിൽ അങ്ങ് ഇരിക്കുവാണ് ചെയ്യും. അപ്പോഴത്തേനും ജോത്സ്യം കയറി വന്നപ്പോഴത്തേനും ഇവർ പറയുന്നുണ്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ജയറാമിനുണ്ടായി, എല്ലാം ഒന്ന് നോക്കി പറയാൻ പറയുന്നുണ്ട്. അപ്പം അതിനുള്ള ഈ വഴിപാടുകളും കാര്യങ്ങളും എല്ലാം പറയുന്നുണ്ട്. നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചാൽ മതി, പിന്നെ ബാക്കി കുറെ നേർച്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് ഇരിക്കുമ്പോഴത്തേനും നമ്മുടെ നന്ദിനി മീനാക്ഷിയുടെ ജാതകം കൊണ്ട് കൊടുക്കുവാണ്. ജ്യോത്സ്യരെ ഈ ജാതകം ഒന്ന് നോക്കണേ എന്ന് പറയുന്നുണ്ട്. അപ്പം നോക്കട്ടെ, മീനാക്ഷിയുടെ അല്ലേ ജാതകം എന്ന് ജ്യോത്സ്യം പറഞ്ഞിട്ട്, അതിപ്പം നോക്കാൻ എന്തിരിക്കുന്നു, മകം പിറന്ന മങ്കയല്ലേ, ഒരു കുഴപ്പങ്ങളും ഇല്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും ജാതകം മറിച്ച് നോക്കിയിട്ട് പറയുന്നു, മീനാക്ഷിയുടെ ഗ്രഹനില പ്രകാരം മീനാക്ഷിക്ക് ഇപ്പം നല്ല സമയമല്ല, പല പ്രതിസന്ധികളൊക്കെ ഉണ്ടാവുന്ന സമയമാണെന്ന് പറയുന്നത്. അപ്പൊ എല്ലാവരുടെയും മുഖത്തിന് ഒരു സങ്കടവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. എല്ലാവരും ഇങ്ങനെ നോക്കുക. ഈ സമയത്ത് നമ്മുടെ ജ്യോത്സ്യരാണെങ്കിൽ കബഡിയൊക്കെ എടുത്ത് വെക്കുമ്പോ നമ്മുടെ സാവിത്രിനെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പൊ സാവിത്രി, ദൈവമേ, ഇയാളെന്താ എന്നെ തന്നെ ഇങ്ങനെ നോക്കുന്നത്, ഇയാളിനെ കണ്ടുപിടിക്കുവോ, ഈ പിന്നെ കുടുംബത്തിന്റെ പ്രശ്നങ്ങൾക്കെല്ലാം കാരണക്കാരൻ ഞാനാണെന്ന് ഇയാൾ കണ്ടുപിടിക്കുവോ എന്ന് പറഞ്ഞ് സാവിത്രി പേടിച്ചങ്ങനെ നിൽക്കുവാണ് ചെയ്യുന്നത്. അയാൾ വീണ്ടും സാവിത്രി നോക്കുന്നുണ്ട്. സാവിത്രി ഇത് തന്നെ വീണ്ടും ചിന്തിക്കുന്നുണ്ട്. ഈ സമയമാണ് നമ്മുടെ രാമേട്ടൻ അങ്ങോട്ട് കയറി വരുന്നത്. രാമേട്ടനെ കണ്ടപ്പോ സാവിത്രി, ഓഹോ, ഇന്ന് ജോത്സ്യന്റെ മുമ്പിലെല്ലാം ഇയാൾ പൊട്ടിക്കുമായിരിക്കും, കാരണം ഞാനാണ് ഇതിനെല്ലാം പിന്നിലെന്നുള്ള കാര്യം രാമേട്ടൻ പറയുമായിരിക്കും. ദൈവമേ, രാമേട്ടൻ ഒന്നും ഇവിടെ എന്താവല്ലേ, വിളിച്ചു കൂവല്ലേ, ഞാനാണ് കാരണമെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് നിൽക്കുവാണ്. ഈ സമയം പിന്നെയും കാണിക്കുന്നത് നമ്മുടെ ACPയും മൈഥിലിയും കൂടെ കാറിൽ വന്നുകൊണ്ടിരിക്കുക. അപ്പൊ കാറിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ചോദിക്കുന്നുണ്ട്, കാർത്തിക് എന്നെ എവിടെ കൊണ്ടുപോവാണ്, എന്നെ വിട്, ഞാൻ എങ്ങോട്ടെങ്കിലും പോവാം, കാർത്തിക് എന്നെ വിട്, ഞാൻ എവിടെയെങ്കിലും പോയേക്കാം, വണ്ടി നിർത്ത് കാർത്തിക് എന്ന് പറയുന്നുണ്ട്. പക്ഷെ കാർത്തിക് ഇങ്ങനെ തലയിൽ ഇങ്ങനെ കൈവച്ച് നെറ്റിയിലൊക്കെ ഇങ്ങനെ കൈവച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുക. ഈ സമയം അവൾ എന്ത് ചെയ്യുന്നുണ്ട്, കാറിന്റെ ലോക്ക് തുറക്കാൻ പോകുന്നു ചാടാൻ വേണ്ടിയിട്ട്. ഇതെന്താണ് കാർത്തികൻ ഡി അടങ്ങിയിരടി എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതിനോട് പേടിച്ചെന്താണ് ഞെട്ടിയിരിക്കുന്നു. ഇത് പണ്ടേ ഇങ്ങനെ രണ്ടെണ്ണം കൊടുത്തായിരുന്നെങ്കിൽ അവൾ എവിടെ പോകത്തില്ലായിരുന്നു. അന്നേരം വീണ്ടും ഇവിടെ പറയാണ്, കാർത്തിക് എനിക്ക് ജീവിച്ചിരിക്കേണ്ട, എനിക്ക് മരിച്ചാ മതി, ഞാൻ പോവാ, എന്നെ വിട് എന്ന് പറയുന്നുണ്ട്. പക്ഷെ അവൻ എന്ത് ചെയ്യുന്നില്ല, അടങ്ങിയിരിക്കടി എന്ന് പറഞ്ഞ് വീണ്ടും പുറത്തോട്ട് നോക്കി കാർത്തിക് ഇരിക്കുവാണ്. ഈ സമയത്ത് അവള് വീണ്ടും പറയുവാണ്, കാർത്തിക് എന്നെ ഇവിടെ തന്നെ എന്നെ ഇറക്കി വിടാതോ, കാർത്തിക് ഇനി ഞാൻ ആത്മഹത്യ ചെയ്തത് ക്രിമിനൽ കുറ്റമായതുകൊണ്ട് കാർത്തിക് എന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ടുപോവാണോ, വേണ്ട, എന്നെ വിട്ടേരെ, ഞാൻ എങ്ങോട്ടെങ്കിലും പോയിക്കോളാം എന്ന് പറയുന്നു. നിന്നെ എവിടെ കൊണ്ടുപോകണം എന്നുള്ള കാര്യം ഞാൻ തീരുമാനിച്ചോളാം എന്ന് പറയുന്നു. അപ്പൊ ഇവള് പറയുന്നു, കാർത്തിക് എന്നെ വൈശാഖിന്റെ വീട്ടിലേക്ക് ഒരിക്കലും കൊണ്ടുവിടല്ലേ, എനിക്കിനി അവിടെ പോവണ്ട, എനിക്കിനി അവിടെ ഒരു സ്വസ്ഥതയില്ല പോകണം, നിന്നെ ഞാൻ അവിടെ ഒന്നും അല്ല എന്ത് ചെയ്യുന്ന കൊണ്ടുപോകാൻ പോകുന്നത്, നീ ആത്മഹത്യ ചെയ്തതിനേക്കാളും വലിയൊരിടത്തിലേക്കാണ് നിന്നെ കൊണ്ടുപോകാൻ പോകുന്നത്, അതാണ് നിനക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ശിക്ഷ എന്ന് പറയുന്നുണ്ട്. ഈ സമയത്ത് അവിടെ വീണ്ടും കാണിക്കുന്നത് ചെമ്പകമംഗലമാണ്. അവർ ജ്യോത്സ്യം പറയുന്നുണ്ട്, മീനാക്ഷി അതിനുള്ള നേർച്ചയും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്തുണ്ടാ വന്ന് നിൽക്കുന്നു നമ്മുടെ ഈ ACPയുടെ കാറ് വന്ന് നിൽക്കുന്നു. അതിൽ നിന്ന്
ACP ഇറങ്ങി, മൈഥിലി ഇറങ്ങി. അപ്പോൾ പറയുന്നുണ്ട്, ഇല്ല ഞാൻ വരില്ല കാർത്തിക്, എനിക്കിവിടെ കയറാൻ പറ്റില്ല. കാരണം ഞാൻ ഇവിടെ ഉള്ളവരെ എല്ലാം ഞാൻ നാണം കെടുത്തിയതാണ്. ഞാൻ എങ്ങനെ ഇവിടെ ഉള്ളവരുടെ മുഖത്ത് നോക്കും? അത് നീ എൻ്റെ മുഖത്ത് നോക്കിയില്ലേ, അതുപോലെ അവരുടെ മുഖത്ത് നോക്കിയാൽ മതി എന്ന് കാർത്തിക് പറയുന്നുണ്ട്. എനിക്ക് പറ്റില്ല കാർത്തിക്, എന്നെ വിടു കാർത്തിക്, ഞാൻ പോവട്ടെ കാർത്തിക്, ഞാൻ എങ്ങോട്ടെങ്കിലും പോയേക്കാം എന്ന് പറയുമ്പോഴത്തേന് ബാഡി എന്ന് പറഞ്ഞുകൊണ്ട് കൈ പിടിച്ചുകൊണ്ട് വരുന്ന സമയമാണ് നമ്മുടെ ചെമ്പകമംഗലത്ത് നിന്ന് എല്ലാവരും കൂടെ ഇറങ്ങി പുറത്തോട്ട് വരുന്നത്. ആദ്യം വരുന്നത് സാവിത്രിയാണ്. സാവിത്രി എല്ലാവരുടെ പുറത്ത് വന്ന് നിൽക്കുമ്പം നമ്മുടെ കൈമളേട്ടനും രാജലക്ഷ്മിയും കൂടെ ലാസ്റ്റ് വന്നു. അവർ തമ്മി പറയുവാണ്, കൈമളേട്ട ഞാൻ ഈ കാണുന്നത് ദുസ്വപ്നം തന്നെ ആണോ എന്ന് ഇവരെ നോക്കിയിട്ട് പറയുന്നുണ്ട്. ഈ സമയത്ത് നമ്മുടെ സാവിത്രി അങ്ങോട്ട് വന്നിട്ട് മോനെ അവളെ ഒന്നും ചെയ്യണ്ട, അവളെ എവിടെയോ പറഞ്ഞു വിട്ടേരെ, ഇവളെ ഏത് റെയിൽവേ പാളത്തിൽ പോയി വേണമെങ്കിലും എന്താണ് തല വെക്കട്ടെ, ഇവളെ പറഞ്ഞു വിട്ടേ. അപ്പൊ ഇതിന് മൈഥിലി എന്നൊക്കെ എന്താ പറയുക സങ്കടപ്പെട്ട് കരയുവാണ് ചെയ്യുന്നത്. ഇവളെ ഇവിടെ കേറ്റരുത്, നീ വിട്ടേരെ. കാരണം എന്താ പറയുക, ഇവളെ നീ ഇവിടെ കൊണ്ടിട്ട് അടിച്ചു കൊല്ലൊന്നും വേണ്ട, അവൾ എങ്ങോട്ടെങ്കിലും പോയി ചാവട്ടെ. എനിക്ക് സഹിക്കാൻ വയ്യ, നീ ഇവിടെ നിന്നാ നിന്നെ ഞാൻ അടിച്ച് കൊല്ലുവടി. ഭയങ്കര ദേഷ്യത്തിലാ പറയുന്നത്, നിന്നെ ഇവിടെ നിന്നാ ഞാൻ അടിച്ച് കൊല്ലുവടി. മോനെ കാർത്തിക്, നീ ഇവളെ വിട്ടേരെ, ഇവളെ കൊന്ന കുറ്റത്തിന് ഇവളെ ഞാൻ കൊന്നിട്ട് അട്ടക്കുളങ്ങര ജയിലിൽ പോയി കിടന്ന് മൂട്ട കടിയൊന്നും കൊള്ളാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല, നീ ഇവിടെ പറഞ്ഞു വിടാൻ നോക്ക്, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് സാവിത്രി വളരെ ദേഷ്യത്തോടുകൂടി പറയാൻ. അപ്പോഴത്തെ ഇവള് പറയുവാണ്, ഞാൻ ഇവിടെ വരുന്നില്ല എന്ന് തന്നെ പറഞ്ഞതാ, കാർത്തികാണ് എന്നെ വാന്ന് പറഞ്ഞ് പിടിച്ച് വലിച്ചുകൊണ്ട് വന്നത് മുത്തശ്ശിന്നു. എന്നെ മുത്തശ്ശിക്ക് ദേഷ്യം വന്നു. മുത്തശ്ശി ആരാടി മുത്തശ്ശി? അശ്രീകരമേ മുത്തശ്ശി എന്ന് വിളിക്കുന്നു. ഇനി മേല മുത്തശ്ശി എന്ന് വിളിച്ചാൽ നിന്റെ കാല് ഞാൻ തല്ലി ഒടിച്ചു കളയും. ഇനി നീ പരിസരത്ത് നിന്നെ ഇവിടെ കണ്ടുപോകരുത്, നീ പൊക്കോടി എന്ന് പറയുവാൻ. അപ്പം നന്ദിനി പറയുന്നു, നീ പോടി, കാരണം എന്റെ മോനെ ചതിച്ചിട്ട് പോയേ നിനക്ക് ഇവിടെ വന്ന് കയറാൻ യാതൊരുവിധ യോഗ്യതയും ഇല്ല, പൊക്കോളാൻ പറയാണ്. പക്ഷെ ആ സമയത്ത് നമ്മുടെ മീനാക്ഷി പറയുന്നുണ്ട്, ശരിയാ ACP അവരെ വിട്ടേരെ, അവരെങ്ങോട്ടെങ്കിലും പൊക്കോട്ടെ, ഇവിടെ കൊണ്ടിട്ട് അടിച്ചു കൊല്ലുകയൊന്നും വേണ്ട, പൊക്കോട്ടെ എന്ന് പറയുവാണ്. അപ്പോഴേ ACP പറയാ, ഞാനിവിടെ അവളെ കൊല്ലാനൊന്നും അല്ല കൊണ്ടുവന്നത്, അവളെ എവിടെയും പോവാനല്ല കൊണ്ടുവന്നത്, ഇവിടത്തേക്കായിട്ട് കൊണ്ടുവന്നതാ എന്ന് പറയുന്നത്. ഇത് കേട്ട് എല്ലാവരും ഞെട്ടിത്തെറിച്ച് നിൽക്കുവാണ്. അപ്പോഴത്തേനും അവള് പറയുന്നുണ്ട്, മൈഥിലി മുത്തശ്ശി, ഞാൻ ഇവിടെ നിന്ന് വരാൻ വേണ്ടി വന്നേയല്ല, കാർത്തിക് എന്നെ വിട്ടില്ല, ഞാൻ എങ്ങോട്ടെങ്കിലും പോകാൻ വേണ്ടി വന്നു. ആരാടി നിന്റെ മുത്തശ്ശി? നിർത്തടി, നിന്റെ മുത്തശ്ശി പോലും എന്ന് പറഞ്ഞ അടുത്തോട്ട് വന്നിട്ട് ഇനി മേല എന്നെ നീ മുത്തശ്ശി എന്ന് വിളിച്ചാൽ നിന്റെ മുട്ടുകാലി ഞാൻ തല്ലി ഒടിച്ചു കളയും എന്ന് നമ്മുടെ രാജലക്ഷ്മി അമ്മ താക്കീത് കൊടുക്കുവാണ് ചെയ്യുന്നത്. അപ്പൊ സാവിത്രി പറയുന്നു, ഇത് പറ്റില്ല, ഇവിടെ കയറ്റാനൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞു. മീനാക്ഷി അങ്ങനെ അന്തം വിട്ട് നിൽക്കുവാണ്, ഇവിടെ കയറ്റാൻ വേണ്ടിയിട്ട് കൊണ്ടുവരുവാണ്. അപ്പോഴത്തേനും നമ്മുടെ ACP എന്താവുന്നുണ്ട്, കാര്യങ്ങൾ പറയുന്നുണ്ട്. അമ്മ ഞാൻ അങ്ങനല്ല, ഞാൻ ഇവളെ ഒരു ആത്മഹത്യയിൽ നിന്ന് ഞാൻ സംരക്ഷിച്ചുകൊണ്ടാണ് ഞാൻ വരുന്നത്. അപ്പം കാര്യം പറയുന്നു, ഇവിടെ ആത്മഹത്യ ചെയ്തതും ACPനെ അമ്പലത്തിലോട്ട് വിളിച്ചു വരുത്തിയതും അവിടെ വെച്ച് സംസാരിച്ചതും അതിനുശേഷം ഇവൾ വിഷം കുടിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചിട്ട് പോവാൻ നേരത്തെ തോളിലോട്ട് ചാഞ്ഞതും കൊണ്ടുപോയതും ട്രീറ്റ്മെന്റ് ചെയ്തതും ഒക്കെയുള്ള കാര്യങ്ങൾ ACP ഈ വീട്ടുകാരോട് പറഞ്ഞു കൊടുക്കുവാണ്. അവരെല്ലാം ഇത് കേട്ട് ഞെട്ടിത്തിരിച്ച് നിൽക്കുക. ഇനി മീനാക്ഷിയുടെ അവസ്ഥ എന്താവും നമുക്ക് നോക്കാം. ഇതാണ് ഇന്നത്തെ വാത്സല്യം സീരിയലിന്റെ എപ്പിസോഡ്. എല്ലാവരും കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ.